ഹേ എവരിവൺ, ആൽഗോസെയിലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് മാക്സിമം സബ് അറേ എന്ന് പറഞ്ഞ ഒരു ലീഡ് കോഡ് പ്രോബ്ലം ആയിരിക്കും സോൾവ് ചെയ്യുക. ഗിവൺ ആൻ ഇൻറ്റീജർ അറേ, ഫൈൻഡ് സബ് അറേ വിത്ത് ലാർജസ്റ്റ് സം ആൻഡ് റിട്ടേൺ ഇറ്റ് സം. ഇൻപുട്ട് -2, -3, 4, -1, -2, 1, 5, -3. ക്വസ്റ്റ്യൻ എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ഒരു ഇൻറ്റീജർ അറേ തന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ലാർജസ്റ്റ് സം വരുന്ന സബ് അറേ ആണ്. എന്നിട്ട് ആ സബ് അറേയുടെ സം റിട്ടേൺ ചെയ്യണം. ഈ ഒരു ഇൻപുട്ടിൻ്റെ കേസിൽ 4, -1, -2, 1, 5 ആണ് ലാർജസ്റ്റ് സം വരുന്ന സബ് അറേ. അതിൻ്റെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഔട്ട്പുട്ടിൽ 7 എന്ന് കിട്ടുന്നത്. നിങ്ങൾക്ക് ഈ വാല്യൂസ് ആഡ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് 7 ആയിരിക്കും കിട്ടുക. ഇനി മറ്റൊരു ഇൻപുട്ട് നോക്കാം. -5, -10, -2. ഇതിലെ സബ് അറേ വിത്ത് ലാർജസ്റ്റ് സം എന്ന് പറഞ്ഞാൽ -2 ആണ്. അതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ടിൽ -2 കിട്ടി. പിന്നെ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അറേയുടെ ലെങ്ത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെന്ന്. നമുക്ക് ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് നോക്കാം. നമ്മൾ ഇവിടെയുള്ള ഓരോ എലമെന്റിലും തുടങ്ങുന്ന സബ് അറേസ് എല്ലാം എടുക്കും. ആദ്യം -2 തുടങ്ങുന്ന സബ് അറേസ് എടുക്കുക. അത് ഏതൊക്കെയാണ്? -2, -2, -3, പിന്നെ -2, -3, 4, പിന്നെ -1 വരും, പിന്നെ -2 വരും, പിന്നെ 1 വരും, പിന്നെ 5 വരും, പിന്നെ -3 വരും. സിമിലർലി -3 തുടങ്ങുന്ന സബ് അറേസ്, പിന്നെ 4 തുടങ്ങുന്ന സബ് അറേസ്, -1 തുടങ്ങുന്ന സബ് അറേസ്, -2 തുടങ്ങുന്ന സബ് അറേസ്, 1 തുടങ്ങുന്ന സബ് അറേസ്, 5 തുടങ്ങുന്ന സബ് അറേസ്, -3 തുടങ്ങുന്ന സബ് അറേസ്. ഈ സബ് അറേസ് എല്ലാം എടുത്തിട്ട് ഈ ഓരോ സബ് അറേയുടെയും സമ്മ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഈ സബ് അറേസിൻ്റെ ഒക്കെ സംസിൽ മാക്സിമം വരുന്ന സമ്മ് നമ്മൾ ഔട്ട്പുട്ടായിട്ട് റിട്ടേൺ ചെയ്യും. അതിനെടുക്കുന്ന ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n² ആയിരിക്കും. ഇതിനെ എങ്ങനെ റെഡ്യൂസ് ചെയ്യാം എന്ന് നോക്കാം. നമുക്ക് റിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഈ പ്രോബ്ലത്തെ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. നമുക്ക് L(i) എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുക സം ഓഫ് ലാർജസ്റ്റ് സം സബ് അറേ വിച്ച് എൻഡ്സ് വിത്ത് ith എലമെന്റ് ഇൻക്ലൂഡിങ് ith എലമെന്റ്. L(i) എന്താണ് റിട്ടേൺ ചെയ്യുന്നത്? ith എലമെന്റിൽ എൻഡ് ചെയ്യുന്ന ലാർജസ്റ്റ് സം സബ് അറേയുടെ സമ്മ്. നമുക്ക് L(i-1)ഉം i-2ഉം അപ് ടു L(0)യും അറിയാം എന്ന് വിചാരിക്കുക. അങ്ങനെയാവുമ്പോൾ നമുക്ക് L(i) ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമുക്ക് L(i-1)ഉം L(i-2)ഉം അപ് ടു L(0) അറിയാം എന്ന് വിചാരിക്കുക. നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് L(i) ആണ്. L(i-1) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ i-1th ഇൻഡെക്സിൽ എൻഡ് ചെയ്യുന്ന ലാർജസ്റ്റ് സം സബ് അറേയുടെ സം. L(i) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ith ഇൻഡെക്സിൽ എൻഡ് ചെയ്യുന്ന ലാർജസ്റ്റ് സം സബ് അറേയുടെ സം. L(i-1) അറിയാമെങ്കിൽ നമുക്ക് L(i) കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് നോക്കാം. L(i-1) പോസിറ്റീവ് ആണെന്ന് വിചാരിച്ചോ. എന്ന് വെച്ചാൽ സം ഓഫ് ലാർജസ്റ്റ് സം സബ് അറേ വിച്ച് എൻഡ്സ് വിത്ത് i-1th എലമെന്റ് ഇൻക്ലൂഡിങ് i-1th എലമെന്റ്. അത് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക.
അറേ ഓഫ് ഐയും പോസിറ്റീവാണ്. അങ്ങനെ ആവുമ്പോൾ എൽ ഓഫ് ഐ എത്രയായിരിക്കും? എൽ ഓഫ് ഐ മൈനസ് 1 പ്ലസ് അറേ ഓഫ് ഐ. ഇപ്പം നമുക്ക് ഐ മൈനസ് 1th ഇൻഡെക്സിൽ എൻഡ് ചെയ്യുന്ന ലാർജസ്റ്റ് സം സബ് അറേയുടെ സമ്മ് 5 ആണെന്ന് വിചാരിച്ചോ. അറേ ഓഫ് ഐ ഒരു 2 ആണെന്ന് വിചാരിച്ചോ. അന്നേരം ലാർജസ്റ്റ് സം സബ് അറേ വിച്ച് എൻഡ്സ് വിത്ത് ith എലമെന്റ് ഇൻക്ലൂഡിങ് ith എലമെന്റ്, അതിൻ്റെ സം എന്ന് പറഞ്ഞാൽ 5 + 2 അല്ലേ. അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഇനി എൽ ഓഫ് ഐ മൈനസ് 1 പോസിറ്റീവാണ്, അറേ ഓഫ് ഐ നെഗറ്റീവാണ്. ആ ഒരു കേസിലും എൽ ഓഫ് ഐ മൈനസ് 1 പ്ലസ് അറേ ഓഫ് ഐ ആയിരിക്കും മാക്സിമം സം. കാരണം ith എലമെന്റിനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇനി എൽ ഓഫ് ഐ മൈനസ് 1 നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചോ. അറേ ഓഫ് ഐ പോസിറ്റീവ്. എൽ ഓഫ് ഐ മൈനസ് 1 ഒരു -5 ആണെന്ന് വിചാരിച്ചോ. അറേ ഓഫ് ഐ 2 ആണെന്ന് വിചാരിച്ചോ. ഈ ഒരു കേസിൽ എൽ ഓഫ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എലമെൻ്റേ വരുള്ളൂ. അതെന്ന് പറഞ്ഞാൽ അറേ ഓഫ് ഐ ആയിരിക്കും. കാരണം -5 + 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -3 ആണ്. അന്നേരം ആ ഒരു കേസിൽ അറേ ഓഫ് ഐ ആയിരിക്കും മാക്സിമം സം. ഈ ഒരു എലമെന്റ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇനി എൽ ഓഫ് ഐ മൈനസ് 1 നെഗറ്റീവാണ്, അറേ ഓഫ് ഐയും നെഗറ്റീവാണ്. ഈ ഒരു കേസിൽ നമ്മൾ മാക്സിമം ആയിരിക്കും എടുക്കുക. എൽ ഓഫ് ഐ മൈനസ് 1 പ്ലസ് അറേ ഓഫ് ഐയുടെയും അറേ ഓഫ് ഐയുടെയും ഈ രണ്ട് വാല്യൂസിൻ്റെ മാക്സിമം ആയിരിക്കും എൽ ഓഫ് ഐ. എൽ ഓഫ് ഐ ഈക്വൽ ടു മാക്സ് ഓഫ് എൽ ഓഫ് ഐ മൈനസ് 1 പ്ലസ് അറേ ഓഫ് ഐ അറേ ഓഫ് ഐ. ഈ ഒരു റിക്കറൻസ് ഇക്വേഷൻ വെച്ചിട്ട് ഞാൻ ഈ 4 കേസസിനെ ജനറലൈസ് ചെയ്തേക്കാണ്. ഇവിടെ വരുന്ന ബേസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐയുടെ വാല്യൂ 0 ആയിരിക്കുമ്പോഴാണ്. അന്നേരം നമ്മൾ അറേ ഓഫ് 0 ആയിരിക്കും റിട്ടേൺ ചെയ്യുക. നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത് സം ഓഫ് ലാർജസ്റ്റ് സം സബ് അറേ ഇൻ അറേ ഫ്രം ഇൻഡെക്സ് 0 to n-1 ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. അന്നേരം നമ്മൾ ഈ റിക്കറൻസ് റിലേഷൻ വെച്ചിട്ട് എൽ ഓഫ് 0യും എൽ ഓഫ് 1ഉം എൽ ഓഫ് 2ഉം അപ് ടു എൽ ഓഫ് n-1 ഫൈൻഡ് ഔട്ട് ചെയ്യും. എന്ന് വെച്ചാൽ ഓരോ എലമെന്റിലും എൻഡ് ചെയ്യുന്ന ലാർജസ്റ്റ് സം സബ് അറേയുടെ സം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. അതിൻ്റെ എല്ലാം മാക്സിമം എടുക്കും. അതായിരിക്കും നമുക്ക് വേണ്ട സൊല്യൂഷൻ. നമുക്ക് എൽ ഓഫ് n-1 കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെയായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും അത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ വാല്യൂ n-1 ആകുമ്പോൾ ഇവിടെ എൽ ഓഫ് n-2 ആവും. എന്ന് വെച്ചാൽ എൽ ഓഫ് n-1 എൽ ഓഫ് n-2യെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. നമ്മൾ എൽ ഓഫ് n-1 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റിക്കേഴ്സീവ് ട്രീ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക. എൽ ഓഫ് n-1 എൽ ഓഫ് n-2യെ
ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എൽ ഓഫ് എൻ മൈനസ് ടു എൽ ഓഫ് എൻ മൈനസ് ത്രീയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സിമിലർലി എൽ ഓഫ് എൻ മൈനസ് ത്രീ എൽ ഓഫ് എൻ മൈനസ് ഫോറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയായിരിക്കും ആ റിക്കർഷൻ ട്രീ പോവുക. ഇവിടെ നമ്മൾ എൽ ഓഫ് എൻ മൈനസ് വൺ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി എൽ ഓഫ് എൻ മൈനസ് ത്രീ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാമെന്ന് വിചാരിച്ചോ. അന്നേരം എൽ ഓഫ് എൻ മൈനസ് ത്രീ എൽ ഓഫ് എൻ മൈനസ് ഫോറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എൽ ഓഫ് എൻ മൈനസ് ഫോർ പിന്നെ എൽ ഓഫ് എൻ മൈനസ് ഫൈവ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പോകും. ഇവിടെ നോക്കുമ്പോൾ എൽ ഓഫ് എൻ മൈനസ് വൺ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഓൾറെഡി എൽ ഓഫ് എൻ മൈനസ് ത്രീ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും നമ്മളിവിടെ എൽ ഓഫ് എൻ മൈനസ് ത്രീയെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓവർലാപ്പിംഗ് സബ് പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡൈനാമിക് പ്രോഗ്രാമിങ് ഈ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇതിൻ്റെ റിക്കേഴ്സീവ് സൊല്യൂഷനും മെമ്മോറൈസേഷൻ സൊല്യൂഷനും സ്വയം ട്രൈ ഔട്ട് ചെയ്യുക. നമുക്ക് ടാബുലേഷൻ അപ്രോച്ച് നോക്കാം. നമ്മൾ പണ്ട് എല്ലിനെ ഒരു ഫംഗ്ഷൻ ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്തിരുന്നത്. എല്ലിനെ ഒരു അറേ ആയിട്ട് കൺസിഡർ ചെയ്യുക. അറേയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് അറേയുടെ സെയിം ലെങ്ത് ആയിരിക്കും. നമ്മൾ ആദ്യം എൽ ഓഫ് സീറോ ഫൈൻഡ് ഔട്ട് ചെയ്യും, പിന്നെ എൽ ഓഫ് വൺ, പിന്നെ എൽ ഓഫ് ടു, അങ്ങനെ അപ് ടു എൽ ഓഫ് എൻ മൈനസ് വൺ വരെ ഫൈൻഡ് ഔട്ട് ചെയ്യും. എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക? എൽ ഓഫ് സീറോയെ നമ്മൾ അറേ ഓഫ് സീറോ ആയിട്ട് ഫസ്റ്റ് ഇനിഷ്യലൈസ് ചെയ്യും. അത് കഴിഞ്ഞ് ഒരു ഫോർ ലൂപ്പ് കൊടുക്കും. ഫോർ ഐ ഈക്വൽ ടു 1 to n മൈനസ് 1. എൽ ഓഫ് ഐ ഈക്വൽ ടു മാക്സ് ഓഫ് എൽ ഓഫ് ഐ മൈനസ് 1 പ്ലസ് അറേ ഓഫ് ഐ. ഇങ്ങനെ നമ്മൾ എൽ എന്ന് പറഞ്ഞ ഈ അറയെ പോപ്പുലേറ്റ് ചെയ്യും. അറ്റ് ദ എൻഡിൽ നമ്മൾ മാക്സ് ഓഫ് എൽ റിട്ടേൺ ചെയ്യും. ഈ എൽ എന്ന് പറഞ്ഞ അറയിലുള്ള മാക്സിമം വാല്യൂ നമ്മൾ ആൻസർ ആയിട്ട് റിട്ടേൺ ചെയ്യും. നമുക്ക് കോഡ് നോക്കാം. ഡെഫ് മാക്സ് സബ് അറേ എൽ ഈക്വൽ ടു 0 ഇൻറ്റു ലെങ്ത് ഓഫ് അറേ. ലെങ്ത് ഓഫ് അറേ ലെങ്ത് വരുന്ന എൽ എന്ന് പറഞ്ഞ ഒരു അറയെ 0 കൊണ്ട് ഞാൻ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. എൽ ഓഫ് 0 ഈക്വൽ ടു അറേ ഓഫ് 0. അറേയുടെ ഫസ്റ്റ് എലമെന്റ് നമ്മൾ അറേ ഓഫ് 0 ആക്കി. ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ് 1 to ലെങ്ത് ഓഫ് അറേ. എൽ ഓഫ് ഐ ഈക്വൽ ടു മാക്സ് ഓഫ് അറേ ഓഫ് ഐ എൽ ഓഫ് ഐ മൈനസ് 1 പ്ലസ് അറേ ഓഫ് ഐ. അറ്റ് ദ എൻഡിൽ നമ്മൾ മാക്സ് ഓഫ് എൽ റിട്ടേൺ ചെയ്യും. ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് എൻ ആണ്. ഇവിടെ ഒരു ഫോർ ലൂപ്പേ ഉള്ളൂ. സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് എൻ ആണ്. കാരണം എൽ എന്ന് പറഞ്ഞ ഒരു എക്സ്ട്രാ അറേ നമ്മൾ ഇവിടെ യൂസ് ചെയ്തു. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ അറ്റ് ദ എൻഡിൽ മാക്സിമം എൽ എന്ന് പറഞ്ഞ ഈ അറേന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. മാക്സിമം എന്ന് പറഞ്ഞ ഒരു വേരിയബിള് യൂസ് ചെയ്തിട്ട്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. മാക്സിമം ഈക്വൽ ടു അറേ ഓഫ് 0, അത് കഴിഞ്ഞ് മാക്സിമം ഈക്വൽ ടു മാക്സ് ഓഫ് മാക്സിമം എൽ ഓഫ് ഐ. അറ്റ് ദ എൻഡിൽ നമ്മൾ മാക്സിമം റിട്ടേൺ ചെയ്യും. ടൈം കോംപ്ലക്സിറ്റിയും സ്പേസ് കോംപ്ലക്സിറ്റിയും ഓർഡർ ഓഫ് എൻ തന്നെ. പിന്നെ നമ്മൾ നേരത്തെ എഴുതിയ കോഡ് നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ എൽ ഓഫ് 0യെ അറേ ഓഫ് 0 കൊണ്ട് ഇനിഷ്യലൈസ് ചെയ്തു. പിന്നെ എൽ ഓഫ് 1നെ നമ്മൾ എങ്ങനെയായിരുന്നു കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എൽ ഓഫ് 0 യൂസ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ട് പിന്നിലെ എലമെൻറ്റ് യൂസ് ചെയ്തിട്ട്. എൽ ഓഫ് 2 അതിന് തൊട്ട് പിന്നിലെ എലമെൻറ്റ് യൂസ് ചെയ്തിട്ട്. എൽ ഓഫ് 3യും തൊട്ട് പിന്നിലെ എലമെൻറ്റ് യൂസ് ചെയ്തിട്ട്. ഈക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നമുക്ക് എൽ എന്ന് പറഞ്ഞ ഈ അറേ യൂസ് ചെയ്യാണ്ട് മാക്സിമം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ കറന്റ് സം എന്ന് പറഞ്ഞ ഒരു പുതിയ വേരിയബിള് യൂസ് ചെയ്യും. കറന്റ് സം ഈക്വൽ ടു അറേ ഓഫ് 0.
പണ്ട് L of 0 ഈക്വൽ ടു array of 0 എന്നായിരുന്നു, അത് മാറി കറണ്ട് സം ഈക്വൽ ടു array of 0 ആയി. പിന്നെ മാക്സിമം ഈക്വൽ ടു array of 0. ഫോർ I in range of 1 to length of array, current sum equal to max of array of I, current sum plus array of I. Maximum equal to max of maximum current sum. Return maximum. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് 1 ആയിട്ട് കുറയ്ക്കാൻ പറ്റി. ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n തന്നെ. പഴയ കോഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഈ L വന്നിരുന്ന പാർട്സിലെല്ലാം ഇപ്പം കറണ്ട് സം വന്നു. അത്രയും ഡിഫറൻസേ കോഡിൽ വരുന്നുള്ളൂ. താങ്ക് യു എവരിവൺ.